2 ഉപഷാപ്പും ഒരു കള്ള് ഷാപ്പും പൂട്ടിച്ച ശേഷം പിന്നെ ഞങ്ങളുടെ ജൈത്രയാത്ര പുഷ്പനഗർ കോളനിയിലേക്കാണ്. അപ്പോൾ ഈ പുഷ്പനഗർ കോളനിയിലോട്ട് ചെന്നപ്പോൾ ഞാൻ അതിനു മുമ്പേ അവിടെ ഒന്നും അറിയാം. അവിടുത്തെ ഒരു 100 ചില്ലാനും വീടുകളാണ്, 105 വീട് ഞാനും പിന്നെ കരിമത്തി അച്ഛനോട് പണിയിച്ച കോളനിയാണ്. മംഗലപ്പുഴ പാലത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചേരി പൂർണ്ണമായിട്ട് ഞങ്ങളങ്ങോട്ട് മാറ്റിയതാണ്. അതിൻ്റെ ചരിത്രം ഞാൻ പിന്നീട് പറയാം. അവിടെ ഞങ്ങൾ കോളനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായിരുന്നു, പിള്ളേരെല്ലാം ഒരുമിച്ച് കൂടി എല്ലാവരും കണ്ടു. വണ്ടി വന്നപ്പോൾ SP-യുടെ വണ്ടി കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞ് ഞങ്ങളവിടെ കസേരയിൽ 2 കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കോളനിയുടെ ഗ്രൗണ്ടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞപ്പോൾ SP ചോദിച്ചു, ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. കള്ളുകൂടിയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ കള്ളുകൂടിയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ സാറങ്ങോട്ട് പോവും, പിന്നെ ഇവരെല്ലാം കൂടി എന്നെ ഇടിച്ച് പൂതിക്കും. അപ്പോഴാണ് SP-യുടെ റിയൽ റോൾ ഞാൻ കണ്ടത്. SP നേരെ എടുത്ത്, അന്ന് മൊബൈലൊന്നും അല്ല, വാക്കി ടോക്കി എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതെടുത്തിട്ട് ആലുവ സ്റ്റേഷനിലേക്ക് വിളിച്ചു. SI-നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു വണ്ടി പോലീസുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ കോളനി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ എന്നോട് ചോദിച്ചു. അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും SI ഒരു വണ്ടി പോലീസുമായിട്ട് പരക്കം പാഞ്ഞു വന്നു. SP അല്ലേ വിളിച്ചേക്കണത്. പുള്ളി വന്നിട്ട് സല്യൂട്ട് ചെയ്തിട്ട് SR എന്ന് പറഞ്ഞു. SR എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ SP പറഞ്ഞു പിള്ളേരോട്, അവിടെ ഇരുന്ന ആളുകളോട്, വട്ടം കൂടി ഒത്തിരി പേരുണ്ടായിരുന്നു, 100 ചില്ലാനും വീട്ടുകാരുള്ളതല്ലേ, പിന്നെ പിള്ളേരും തള്ളയും വലിയവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ചിലരൊക്കെ അടിച്ച് പൂസുമായിരുന്നു. വന്നപ്പോൾ SP പറഞ്ഞു, നിങ്ങളെ ആരാ തല്ലണേന്ന് അറിയട്ടെ. പിന്നെ SI-യോട് പറഞ്ഞു, പിന്നെ ഞാൻ ഇവിടെ 2-3 കോളനിയിൽ വന്നു, അച്ഛൻ്റെ കൂടെ വന്നതാ. പിന്നെ കാർമൽ കോളനിയുടെ പുറയിലുള്ള വേശ്യ കോളനിയിൽ ശിവൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി 12 മണിക്ക് നിങ്ങൾ റെയ്ഡ് നടത്തണം. SI സല്യൂട്ട് ഇങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് SR. വേറെ ഒന്നും ഇവർക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് SI എൻ്റെ കണ്ണിലേക്ക് നോക്കുക. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ SI-യുടെ അടുത്ത് ഒരാഴ്ച മുമ്പ് പോയതാണ്. സാറേ, ഈ കോളനികളിലൊക്കെ ഇടയ്ക്ക് സാറൊന്ന് വന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ ഒന്ന് ഷൗട്ട് ചെയ്ത് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോന്നാൽ മതി, ആരും ഉപദ്രവിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അയാളെന്നോട് പറഞ്ഞു, അച്ഛനിങ്ങനെ പിന്നെ 5-6 കോളനികൾ, എനിക്കിവിടെ ചുറ്റും കോളനികളാണ്, എല്ലായിടത്തും ഒന്നും പോക്കൊന്നും നടക്കില്ല അച്ഛനെന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ എന്നതാണ് എന്നോട് പറഞ്ഞ SI നേരെ SI-ക്കിട്ടും കിട്ടി പണി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് വെക്കണം, പുഷ്പനഗർ കോളനിയിൽ കംപ്ലയിൻറ്റ് ബോക്സ് വെക്കണമെന്ന്. എന്നിട്ട് പിന്നെ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള കംപ്ലയിൻറ്റ് ഇവിടെ മദ്യം കഴിച്ച് ഒച്ചപ്പാടും ബഹളമുള്ളതോ തല്ലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലയിൻ്റായിട്ട് എഴുതി ഈ ബോക്സിൽ ഇടുക. ഈ കംപ്ലയിൻറ്റ് ആഴ്ചതോറും എന്നെ SP ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. നമ്മുടെ SI-യോട് പറഞ്ഞു. അയാൾ SR പറഞ്ഞു. പിന്നെ ഇവിടെ ബീറ്റ് ഇടണം, പോലീസ് ബീറ്റ് ഇടണം. എല്ലാ ദിവസവും ഇവിടെ വന്ന് ആ കെട്ടിടത്തിൻ്റെ പിന്നെ എന്നതാണ്, കൊച്ചു കെട്ടിടങ്ങളാണ്, പണിയിച്ച കെട്ടിടങ്ങൾ, അവിടെ ഒരു കംപ്ലയിൻറ്റ് അവിടെ വന്ന് ഒപ്പിട്ടിട്ട് പോകണം. എന്ന് വെച്ചാൽ പോലീസ് ബീറ്റ് ഇടണമെന്ന് ചുരുക്കം. എൻ്റെ പൊന്നെ, ചുരുക്കത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം SI വന്നതോടുകൂടി കോളനികളൊക്കെ ക്ലിയറായി. അവിടെ ഒച്ചപ്പാടും ബഹളവും ഇല്ല. പിന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. കള്ളു കുടിച്ചു കഴിഞ്ഞാലും മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരുന്നോളണം, അല്ലെങ്കിൽ പൊക്കൂന്നുള്ള തരം വന്നു. ഇങ്ങനെ വന്നതോടുകൂടി കോളനികളിൽ പിന്നെ ശാന്തമായി. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പക്ഷേ
പിന്നെ ഇങ്ങനെയുള്ള മേലുദ്യോഗസ്ഥന്മാരുമൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട, കീഴുദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട മോളിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ദൈവമേ, എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. പിന്നെ അവിടെ ഉണ്ടായ അനുഭവങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്മ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ ദൈവം തന്നിട്ടുള്ള നല്ല അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കും.